അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى إن هذا القرآن يهدي للتي هي أحسن إن هذا القرآن يهدي للتي هي أقوم يبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പിർസത്തോ മോമിനിങ്ങളെ, സഹോദര സഹോദരിമാരെ, സർവശക്തനായ ഏകനായ ഞങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലനാക്കിക്കൊണ്ടുള്ള അള്ളാഹുരെ പേടിച്ചിട്ട് അവൻ്റെ വിധിവിധാനത്തെല്ലാം ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയിട്ട് യഥാർത്ഥമായ മുത്തക്കിയും മോമിനുമായിട്ട് ജീവിക്കൂ. എല്ലാവരും പ്രയത്ന ಹಾಕೊಂಡು ചെന്നിട്ട് ഒന്നാമതായിട്ട് വസിയത്താക്കരെ. വേദിക്കലുള്ള പോലത്തെ ഗണ്യ വ്യക്തിമാരെ ഉണ്ട്, അതേപോലെ ഈ സ്റ്റേജിൽ എതിരിലുള്ള എല്ലാ സഹോദര സഹോദരിമാരെ. സൗത്ത് കർണാടക സലഫി മൂവ്മെൻറ്റ് ഒരു ವರ್ಷത്തെ ಅಭಿಯಾನ തുടങ്ങി ಅದರ ಧ್ಯೇಯವಾಕ್ಯ ಅಂಧಕಾರದಿಂದ ಬೆಳಕಿನೆಡೆಗೆ, ಪ್ರಕಾಶದೆಡೆಗೆ, ಚಿಮ್ಮೆಲ್ಲಿ ನಿಂತು ಬೆಲ್ಚೆತ್ತಿಗೆ. ಚಿಮ್ಮೆ ಚೆಂದಂಗೆ ಚೊಮ್ಮೆ ಟೈಪ್ರ ಚಿಮ್ಮೆ ಉಂಟು. ഇവിടെ ഞങ്ങളെ ഉദ്ദേശം എന്തോ ഖുർആനും ഹദീസരും ಬಿಟ್ಟು അന്ധവിശ്വാസത്തും മൂഢനമ്പിക്കും പോയിട്ടുള്ളതായ ആ ചിമ്മെ അതിരോ ಮುಕ್ತಮಾಕಿತ್ತು ಸಮಾಜತ್ತೋ ತೌಹೀದರ ಬೆಳ್ಚತ್ತಿಗೆ, ಸುನ್ನತ್ತರ ಬೆಳ್ಚತ್ತಿಗೆ ಆಹ್ವಾನ ಹಾಕರು, ಬೆಳಿಕರು, ದಾವಾಕರು. ಅದೇ ಇತ್ತಿಗೆ ഞങ്ങളെ ഉദ്ദേശം. ഞങ്ങളെ സമുദായത്തിൽ ഞങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടുള്ള കേട്ടുകൊണ്ടുള്ള വിവിധ ടൈപ്പുര മരണ ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള വാട്സപ്പിലും ಇನ್ನಿತರ ಸಾಮಾಜಿಕ ತಾಣത്തിൽ ഞങ്ങൾ മരണത്തെ വാർത്ത കേട്ടുകൊണ്ടേ ഉള്ള എല്ലാ തടികും എല്ലാ മനുഷ്യന്മാർക്കും ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അയാൾ 63ാമത്തെ വർഷത്തിൽ ഈ ലോക ജീവിതത്തെ ത്യജിച്ചിട്ട് പരലോക യാത്ര പോയി. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വിട്ടുപോയതായ 2 പ്രമാണ തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയിഹി. നിങ്ങളെ ഞാൻ 2 കാര്യം നിങ്ങൾക്ക് വിട്ടുപോകേണ്ട. ഞാൻ അതിനെ നിങ്ങൾ ഗെട്ടി പിടിച്ചെങ്കിൽ നിങ്ങളെ എല്ലാ രംഗത്തിലും, നിങ്ങളെ ജീവിതത്തിലെ വിശ്വാസ രംഗത്തിലും സുന്നത്തിലെ രംഗത്തിലും കൂട്ടുകുടുംബത്തോട്ട് ജീവിക്കുന്ന സന്ദർഭത്തിലും
ഇബാദത്തിൻ്റെ നിസ്കാരത്തെ ടൈമിലും ഇന്നിത്ര ഇബാദത്തിൻ്റെ ടൈമിലും എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇബാദത്തിൽ ചെന്നിട്ട് പടിപ്പാടി തന്നിറ അതിരോ ആക്കിற ടൈമിലു ആ ഖുർആൻ്റെയും സുന്നത്തിനെയും ഞങ്ങൾ ഗെട്ടിപ്പിടിച്ചിട്ട് മിറുക പിടിച്ചിട്ട് ജീവിതത്തെ എല്ലാ ഭാഗത്തിലും പ്രാക്ടിക്കലാക്കിയോണ്ട് പോയെങ്കിൽ ഞങ്ങൾ ഒരിക്കലും തെരു തപ്പി പോവല തെരു തപ്പല ആ നബി പുട്ടുപോയ ജണ്ട എത്തിക്കര് ഒന്ന് നബിയുടെ ഖുർആൻ അള്ളാഹുരെ ഖുർആനും ജണ്ട നബിയുടെ സുന്നത്തും ഈ ജണ്ട ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങളെ എല്ലാ പ്രയാസത്തും പരിഹാരം അതെത്തിക്കൽ മരണത്തെ പിന്നെ ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് മരണാനന്തരം ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് അവിടുത്തെ യശസ്സായിത്തേക്ക് ഞങ്ങൾക്ക് ഉദ്ദേശ ദുനിയാവുടെ ജീവിത തുച്ഛമായ ക്ഷണികമായ ജീവിതം ഇട്ടിക്കര് മുഞ്ഞാന്ത് ഞങ്ങൾക്ക് ഗുർത്തുള്ളതായ ഒരു ചെറുക്ക മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളെതിരിലെ പള്ളിക്ക് വന്നോണ്ടിന്നോ 5 വക്ത് നിസ്കാരത്തും കണ്ടോണ്ടിന്നോ ഒരു പിർസപ്പെട്ട ഉമ്മരെയും അബ്ബരെയും ഒരു മോണു ദുനിയാവിൽ നിന്ന് ദുനിയാവുടെ ജീവിതത്തെ തീർത്തു പോയിട്ട് ആ ഉമ്മബരെ ബേജാറും ദുഃഖവും എത്രയത്തി അള്ളാഹു ആക്കി ചെറുക്കക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ മരണത്തെ വാർത്ത കേട്ടുകൊണ്ടുള്ള ആ മരണത്തെ വാർത്ത കേൾക്കുമ്പോഴെങ്കിലും ആ ടൈമിലെങ്കിലും ഞങ്ങൾ അള്ളാഹുരെ ഖുർആൻ നബിയുടെ സുന്നത്തും പറയണം. ഇനിത്തര അനൈതികമായ ചട്ടുവട്ടിക്കൽ ഡ്രഗ്സിലും അതിലും ഇതിലും മുങ്ങിത്തുള്ള മനുഷ്യന്മാർ ആ ടൈമിൽ ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന മഹത്വം എത്ര വലിയത് ഞങ്ങൾ അർത്ഥാക്കണം. അള്ളാഹു ചെന്നില്ലേ ഇന്ന ഹാദൽ ഖുർആൻ ഖണ്ഡിതമായിട്ടും ഈ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം അത്യന്ത നല്ലതായ ശരിയായ മാർഗത്തിന് നിങ്ങൾക്ക് മാർഗദർശനത്തുണ്ട്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത ഗുഡ് ന്യൂസ് കൊടുക്കണം നബിയെ ആർക്ക് അമൽ സ്സാലിഹാത്ത് ആക്കരെങ്കിൽ അള്ളാഹുടെ മേൽ വിശ്വാസം വെച്ചിട്ട് തൗഹീദിൽ അടിയുറച്ച് വിശ്വാസം വെച്ചിട്ട് അതിലെ ബേസിൽ അമൽ സ്വാലിഹാത്ത് ആക്കരെങ്കിൽ നിങ്ങൾ ഗുഡ് ന്യൂസ് കൊടുക്കണം നബിയെ അന്ന ലഹും അജ്റൻ കബീറ. ആ ഗുഡ് ന്യൂസ് ആയിട്ട് ഏറ്റവും വലിയ പ്രതിഫലം പരലോകത്തിൽ ഏറ്റവും വലിയ പ്രതിഫലമുണ്ട്. ദുനിയാവുടെ ജീവിതമല്ല ഞങ്ങൾക്ക് യശസ്സാവുടെ ജീവിത എന്ന അർത്ഥാക്കിയിട്ട് ആ പരലോക ജീവിതത്തിന് വേണം എത്തിക്കൊണ്ടങ്ങ ദുനിയാവുടെ ജീവിത പരിപൂർണമായിട്ട് ജീവിക്കേണ്ടത്. മുസീബത്തിന് മേൽ മുസീബത്ത് മുസ്ലിമീങ്ങൾക്ക് വന്നോട്ടേ ഉണ്ട്. ഒരു മുസീബത്ത് മുഹമ്മദിനൊരു മുസീബത്ത് നോക്കൊരു ഫലസ്തീനിൽ വെച്ചിട്ട് എത്ര മനുഷ്യന്മാർ കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സഹോദരന്മാർ പിരിസപ്പെട്ട് മക്കളെയും അബ്ബരെയും മക്കളെയും പെഞ്ഞായിമാരെയും ഉമ്മരെയും അങ്കില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിര്. കഷ്ടത്തിൽ ജീവിച്ചവരുള്ള അറങ്ങ. അതേപോലെ മ്യാൻമാറിൽ അവിടുത്തെ മുസ്ലിമീങ്ങ കുറേ മുഷ്കിലുണ്ടു. മുഷ്കിൽ അടപ്പീട് മുഷ്കിൽ പൂന്തുള്ള അറങ്ങ പ്രോബ്ലംസിലുള്ള അറങ്ങ അവിടുത്തെ പാലായന പോയിട്ടുള്ള വേറെ വേറെ രായത്തേക്ക്. അതേപോലെ ചൈനയിലുള്ള ഉയ്ഗർ മുസ്ലിമീങ്ങ അങ്ങക്കും ഞങ്ങളെ രായത്തിലും മുഷ്കിലായിട്ടുണ്ടോ. ഇങ്ങനെ എല്ലാ മുഷ്കിൽക്കും ഞങ്ങൾക്ക് എല്ലാ പ്രോബ്ലംക്കും ഞങ്ങൾക്ക് പരിഹാരം എന്തോ പരിഹാരത്തിക്ക് ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ചെന്തന്നറ ഖുർആൻ പഠിച്ചെങ്ക ആ മാർഗം എന്തിനേನು ಗೊಂತಾವರು അല്ലാഹുവിനെ നബി ചെന്നില്ലേ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിக்கிறങ്ങയും പഠിപ്പാട്ടങ്ങയും നിങ്ങൾ ഏറ്റവും നല്ലങ്ങ. ദുനിയാവിലുള്ള ಬೇರೆ ಬೇರೆ കിതാബ് പഠിച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കണങ്ങുള്ളാറ്. ഖത്തർ ബുക്ക് ഓതിയിട്ട് അല്ലെങ്കിൽ മാലമലൂദ് ഓതിയിട്ട് അല്ലെങ്കിൽ വേറെ അനഗത്യമായ കിതാബ് ഓതിയിട്ട് ടൈം വേസ്റ്റ് മേൽ വേസ്റ്റ് ആക്കാറ്. ആ ടൈമിൽ മുസ്ലിമീങ്ങ ഈ റായത്തുള്ള ദൂരത്തിൽ നിന്ന് കേൾக்கிறങ്ങയും മുട്ടത്തിൽ നിന്ന് കേൾக்கிறങ്ങയും എല്ലാവരും ഒരേ ഒരു വാക്യ കേൾക്കുറങ്ങ ഈ ഞങ്ങൾക്ക് അല്ലാഹു പരലോകത്തിൽ വിജയ തറകുള്ളേ ഞങ്ങൾക്ക് ഹിദായത്ത് ഗന്തായിട്ട് വന്നോ ഹുദല്ലിന്നാസ് മനുഷ്യന്മാർക്ക് ഹിദായത്ത് കിതാബായിട്ട് വന്നോ. ഖുർആനിൽ ഞങ്ങൾക്ക് പരിഹാരമുണ്ടോ. ഖുർആൻ ഞങ്ങളെ സമസ്യക്ക് പരിഹാരമുണ്ടോ. മുസ്ലിമീങ്ങളെ മുഷ്കിൽ ദൂരാവരു അള്ളാഹു ചെല്ല വാഗ്ദാന ഞങ്ങൾക്ക് ഗ്യാരണ്ടി തണ്ട വഅദല്ലാഹ് അല്ലാഹുവിന്റെ വാഗ്ദാന അല്ലദീന ആമനൂ മിൻകും നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ കൊണ്ടെങ്കിൽ യഥാർത്ഥമായ ഈമാൻ
അള്ളാഹുവിന്റെ മേലുള്ള വിശ്വാസം വയ്ക്കേണ്ട പോലെ ഒമാ ഖദറുല്ലാഹ ഖദരിയിണ്ട് അള്ളാഹു മുശ്രിക്കീങ്ങളെ വിഷയം ചെന്നപ്പ അങ്ങ് അള്ളാഹുരെ കണക്കാക്കുന്ന പോലെ കണക്കാക്കിയിട്ടില്ല, അള്ളാഹുരെ അറിയുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഖുർആൻ ഞങ്ങൾക്ക് പഠിച്ചങ്ങ് ആവശ്യമാക്കിയിട്ട് അങ്ങനെ ഖുർആൻ ഞങ്ങൾക്ക് വാഗ്ദാനത്തണ്ട മൂമിനീങ്ങളെ നിങ്ങൾക്ക് വാഗ്ദാനമുണ്ടോ. വഅമിലു സ്വാലിഹാത്ത് അമലു സ്വാലിഹാത്ത് ആക്കറെങ്കിൽ മൂമിനീങ്ങാകും അമലു സ്വാലിഹാത്ത് ആക്കറെങ്കിൽ ഗുഡ് ന്യൂസ് ഉണ്ടോ. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുന്നോളു കഴിഞ്ഞു പോയെങ്കിൽ ഞങ്ങൾ പ്രാതിനിധ്യം കൊടുത്ത പോലെമേ നിങ്ങൾക്കും ഞങ്ങൾ പ്രാതിനിധ്യം ഈ ഭൂമിയുടെ മേൽ തണ്ട. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും അല്ലാഹു തൃപ്തിപ്പെട്ടതായ ആ ദീനിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം തണ്ട, അത് നിങ്ങൾക്ക് അധീനപ്പെട്ടുത്തണ്ട, നിങ്ങൾക്ക് അധികാരം തണ്ടതിൽ. എന്തിനാണ് നിങ്ങൾക്ക് അള്ളാഹുരെ വാഗ്ദാനം ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ് അള്ളാഹുരെ വാഗ്ദാനം ഒരിക്കലും ഉല്ലംഘനാക്കപ്പെട്ടതായ വാഗ്ദാനല്ല. അള്ളാഹു എന്തിനാ ഒന്ന് ഞങ്ങൾക്ക് വാഗ്ദാനാക്കാറ്, ആ റബ്ബ് എന്തിനാ ഞങ്ങൾക്ക് വാഗ്ദാനാക്കറ, അത് അള്ളാഹു തീർത്തിട്ടേ തണ്ട, തന്നിട്ടേ തീർറ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന നിങ്ങൾക്ക് പേടിയുടെ പിന്നനങ്ങ, നിങ്ങൾക്ക് ഖൗഫിന്റെ പിന്നനങ്ങ, നിർഭയത്വം അമ്നരനങ്ങ ബദലാക്കി തണ്ട. ഈ മൂന്ന് ഗ്യാരണ്ടി, ഈ മൂന്ന് വാഗ്ദാനം അള്ളാഹു ചെല്ലണമെങ്കിൽ ഈ ആയത്തിൽ അത് കിട്ടുന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് വാഗ്ദാനം കിട്ടുന്നുണ്ടായെങ്കിൽ എന്തിരെ മാർഗം എന്തരോ ഞങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ട മാർഗ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. ഒരേ ഒരു കണ്ടീഷൻ, ഒരേ ഒരു ഈ വാഗ്ദാനം കിട്ടുന്ന ഒരേ ഒരു മാർഗ അള്ളാഹുരെ വാഗ്ദാനം എന്തിനെ ಗೊಂತುಂಡ ಅಲ್ಲಾಹು ಚೆಲ್ಲ ಮಾರ್ಗ ಎಂದ್ರೆ ಗೊಂತುಂಡ ಯಅಬುದೂನನಿ ನಂಡಿ ಬಾತ್ ಹಿಡ್ಕೋರು. പിന്നെന്തോ ഷിർക്കാക്കണ്ട, എനിക്ക് ഷിർക്കിൽ മുങ്ങിരണ്ട. നിങ്ങ അള്ളാഹു അല്ലാത്ത അള്ളാഹുരെ സൃഷ്ടി മാറിട്ട് ദ്വാരക്കണ്ട. അത് എത്ര വലിയ കോജായിട്ടിക്കട്ട്, എത്ര വലിയ ആളായിട്ടിക്കട്ട്, ദുനിയാവിലെ അറിയപ്പെട്ട വലിയ ഷേഖായിട്ടിക്കട്ട്, ദുനിയാവിൽ ഏറ്റവും വലിയ ഷേഖ് ചെന്ന് ഞങ്ങൾക്ക് മാതരി പുരുഷനായിട്ട് അള്ളാഹു കെടുത്തിയ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടിക്കട്ട് ദ്വാരക്കുകയില്ല. നബി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ഇത് ഖുർആൻ ചെന്നു. നിങ്ങൾക്ക് ഖുർആനിൽ ഏറ്റവും നല്ല മാതരി ഉണ്ടോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാതരി ഉണ്ടോ? നിങ്ങൾക്ക് നബിയോട്ട് ഏറ്റവും നല്ല മോഡൽ ഉണ്ടോ? ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ നബി മോഡൽ, ദുആരക്കുമ്പോൾ നബി മോഡൽ, ഇബാദത്തെടുക്കുമ്പോൾ ഞങ്ങൾക്ക് നബി മോഡൽ, ഞങ്ങളെ കുടുംബ ജീവിതത്തിന് നബി ഞങ്ങൾക്ക് മോഡൽ, ഞങ്ങളെ മുടി എങ്ങനെ കട്ടിങ് ആക്കണം അതിൽ ഞങ്ങൾക്ക് നബി മോഡൽ, ഞങ്ങളെ ഡ്രസ്സിങ്ങിൽ നബി ഞങ്ങൾക്ക് മോഡൽ. എല്ലാ രംഗത്തിലും മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാതരിയുണ്ട്, മോഡലുണ്ട് അള്ളാഹു വഴി പാട്ടിറ. ആ നബിയുടെ മാതരി സ്വീകരിച്ചിട്ട് അള്ളാഹു മാത്രമേ പാത്തെടുക്കും. അവനക്ക് ഷിർക്കാക്കിയോ തീറ. ഏത് ഷിർക്കാവട്ടു നൂല് കെട്ടിയെങ്കിലേ അതിൽ എൻ്റെ സ്റ്റീക്ക് സിഫാവറും ചെല്ലാർ. മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റകാണ് നബി ചന്ദ്രൻ. നിങ്ങ താവീസ് കെട്ടിയെങ്കിലേ ആ താവീസ് ഐത്തിക്കർ എൻ്റെ രോഗത്തെ ഷിഫാക്കറേണ്ട് വിചാരിച്ചെങ്കിലേ അത് അവನು ഷിർക്കാക്കിയ. അള്ളാഹു നബി ചെന്ന് അത് അവൻ്റെ പാടിക അവൻ്റെ അള്ളാഹു വിട്ടുമുട്ട. അങ്ങനെ ഏതെല്ലാം ഷിർക്ക് പരമായിട്ടുള്ളതുണ്ടോ എല്ലാത്തിനും വിട്ടിട്ട് അള്ളാഹുരെ മാത്രമേ ഭാഗത്തെടുക്കും. ഇതായിത്തിക്കർ അള്ളാഹുരെ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ട പോലത്തെ ആശയ. അപ്പോൾ ഈ ഖുർആൻ്റെ ആദർശത്തെ ഞങ്ങൾ സ്വീകരിച്ചെങ്കിൽ ഞങ്ങൾക്ക് പരലോകത്തിൽ യശസ്സ് കിട്ടും. അള്ളാഹു ചെന്ന ഖുർആനിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. നിങ്ങൾക്ക് അള്ളാഹു ചെല്ലുന്ന ഈ ഖുർആൻ എങ്കാലും
ഒരു പർവ്വതത്തെ മേൽ അവതീർണായിട്ടിന്നെങ്കിൽ, ഒരു പർവ്വതത്തെ മേലെങ്കാലും അവതീർണായിട്ടിന്നെങ്കിൽ ലറഅയ്തഹു നിങ്ങൾക്കതിനെ കാണാൻ ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ്. ആ പർവ്വത അല്ലാഹുരെ പേടിച്ചിട്ട് നുച്ചു നൂറാവത് കാണാൻ നിങ്ങക്ക്. അപ്പൊ ഈ ഖുർആൻ ഞങ്ങളെ മനസ്സിക്ക് മനുഷ്യന്മാർക്ക് ഹിദായത്ത് കൈത്ത് അവതീർണായ ഖുർആൻ. ഈ ഖുർആൻ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ എത്ര പെട്ട ഓതിയ, എത്ര പെട്ട ഞങ്ങൾ അതിൽ അർത്ഥം പഠിച്ച, എത്ര പെട്ടെന്ന് ആ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട, ആ ഖുർആൻ്റെ ജീവിതത്തിൽ ഖുർആൻ്റെ ജീവിതം ഞങ്ങൾ എത്ര ആളന്മാർ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയിട്ട് ജീവിച്ച. ഞങ്ങളെ കുടുംബ ജീവിതത്തെ ജാഗൽ ഖുർആൻ ചെല്ലി നിങ്ങൾ കുടുംബ ജീവിതത്തെ കട്ടാക്കണ്ട. അല്ലാഹുക്ക് ചമ്മ ചമ്മ ദിക്ർ ചൊല്ലറോ. ഖുർആൻ ചെല്ലുടെ ആശയിത്തിക്കർ മോമിനിങ്ങളെ. ആ ഖുർആൻ്റെ ഒരു നാൾ ഒരു പേജ് ഓതിയിട്ട് അർത്ഥം പഠിക്കുക ഞങ്ങൾക്ക് എത്ര ആൾക്ക് മനസ്സുണ്ടോ? ഫജ്ർ നിസ്കാരത്തെ പിന്നെ എത്ര ആളന്മാർ ഒരു തെല്ല് ഖുർആൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ, ഖുർആൻ പഠിക്കുന്നതായ വ്യവസ്ഥ ഉണ്ടെങ്കിൽ, ഔത്തുൽ ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറബിലെ ഞങ്ങൾ എത്ര ആളന്മാർ ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ്റെ ആളന്മാരായ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുന്നേ ഞങ്ങൾക്ക് ചെന്നുപോയില്ലേ? എന്തിനാ ചെന്തു കൊണ്ടുണ്ട? നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഒരു അള്ളാഹുരെ സ്വന്തക്കാറുള്ളാറ്. ഞങ്ങൾ ചെല്ല ഞങ്ങളെ മോൻ എൻ്റെ സ്വന്തക്കാർ, എൻ്റെ മോൻ എൻ്റെ സ്വന്തക്കാർ. അള്ളാഹുരെ സ്വന്തക്കാർ ആറ് കൊണ്ടുണ്ട? സ്വഹാബുൽ ഖുർആൻ അല്ലെങ്കിൽ അഹ്ലുൽ ഖുർആൻ. ഖുർആൻ്റെ ആളന്മാർ, ഖുർആൻ പഠിக்கிறങ്ങ, ഖുർആൻ്റെ പഠിപ്പാട്ടങ്ങ, ഖുർആനുമായിട്ട് അതിന് നെഞ്ഞിൽ വൈത്യങ്ങ, യഥേകാരിക്ക കൊണ്ടുത്ത് ഖുർആനെ സ്വീകരിച്ചങ്ങ. നാളെ പരലോകത്തിൽ അള്ളാഹു ചെന്നില്ല ഖുർആൻ നബി ചെല്ലുടെ പലക്ക. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്തിൽ ചെല്ലുകൊണ്ടോ എന്തിനു കൊണ്ടുണ്ട? യാ റബ്ബേ റബ്ബേ റബ്ബേ, ഈ മനുഷ്യന്മാർ എൻ്റെ ഉമ്മത്തിൽ പെട്ട ഈ മനുഷ്യന്മാർ ഈ ഖുർആൻ്റെ ഒർജിക്രതാക്കി വിട്ടാറ്, ഖുർആനെ സ്വീകരിച്ചില്ലങ്ങ, ഖുർആൻ അല്ലകളഞ്ഞാറ്, ഖുർആൻ പഠിച്ചില്ല, ഖുർആൻ്റെ ആശയത്തെ സ്വീകരിച്ചില്ല, എൻ്റെ സുന്നത്രയും സ്വീകരിച്ചില്ല. ഈ ഖുർആൻ അങ്ങ ദൂറാക്കിയാർ, വർജിക്കപ്പെട്ടതാക്കിയാറ്. ആ കെട്ട കാറ്റഗറിയിൽ മുസ്ലിമായ മോമിനായ ഞങ്ങൾ ഒരാളും സേരി പോകുത്തീരാ. അള്ളാഹുരെ ഖുർആൻ കൊണ്ടുത്തി എത്ര സ്വഹാബാക്കന്മാർ ബദലായാറ്, ചേഞ്ചായാറ്. അങ്ങനെ മനസ്സിൽ ഇതാ പരിവർത്തനം ഉണ്ടായില്ലേ? മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുകയായിട്ട് തലവാറുമായിട്ട് പോയതായാല്, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുകപോയ രണ്ടാമത്തെ ഖലീഫായിട്ട് പിന്നെ ചേഞ്ചായോ, ബദലായിട്ട് നല്ല ആളായോ? ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബദലായത് അങ്ങനെ ഔത്തുലു ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് അതിൽ നിന്ന് മനസ്സ് പരിവർത്തനായിട്ട് ഇതാ ദുനിയാവ് കണ്ടോ ഏറ്റവും വലിയ വ്യക്തിയായിട്ട് ബദലായില്ലേ? ഈ ഖുർആൻ കൊണ്ടുത്തു, ഈ ഖുർആൻ കൊണ്ടുത്തു. ഏതെങ്കിലും കഞ്ചുൽ അർശ് ഓതിയത് കൊണ്ടുത്തല്ല, നൂറുൽ ഈമാൻ ഓതിയത് കൊണ്ടുത്തല്ല, അതേപോലെ നാരിയത്ത് സ്വലാത്ത് ഓതിയത് കൊണ്ടുത്തല്ല, താജു സലാത്ത് ഓതിയത് കൊണ്ടുത്തല്ല. ഇസ്ലാമുക്ക് പരിചയമില്ലാത്ത സലാത്തും ദിക്റും ചെല്ലാണ്ട് അള്ളാഹുവിന്റെ ഖുർആന്റെ ഒരായത്ത് ഓതിയെങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നോ ഒരായത്ത് ഓതിയെങ്കിൽ നിങ്ങൾക്ക് ഇതാ 10 പുണ്യമുണ്ടോ? ദുനിയാവിൽ സെർച്ചാക്കറു, ഗൂഗിളിൽ സെർച്ചാക്കറു, ഏതെല്ലാം സെർച്ചാക്കർ വെബ്സൈറ്റ് ഉണ്ടോ ഒരക്ഷര ഓതിയെങ്കിലേ 10 പ്രതിഫല കിട്ട ഏത് കിതാബ് ഈ ദുനിയാവിലുണ്ട്? ഒരൊറ്റ കിതാബും ഇല്ല. അതായത് പരിശുദ്ധ ഖുർആന്റെ പഠിക്കുന്ന മഹത്വ. ആ ഖുർആൻ കൊണ്ട് തൈത്തിക്കർ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുമുല്ലാ ചേഞ്ച് ആയത്. അനൈത്തിക്കത്തിൽ മുങ്ങിത്തിന്നതായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുമുല്ലാ ഇതാ ഒരായത്തിൽ ഒരു പെണ്ണ് പോയെങ്കിൽ ഒരു കച്ചവട സംഘം വന്നെങ്കിൽ അതിരെ വശീകരിക്കുന്നതായ കൊല്ലടിക്കുന്നതായ ഒരാളായിട്ട് കുറേ കാലം മുന്നോലു
അങ്ങനെ ഒരു പെണ്ണിനെ പെറോല് പോയിട്ട് ആ പെണ്ണിനെ വശീകരിക്കുക ബേനായിട്ട് പോയിട്ട് ആ പെണ്ണിനെ ഉത്തരമുട്ടെത്തുമ്പത്ത് അള്ളാഹുരെ ഖുർആന്റെ ആയത്ത് ഇതാ ഓതുന്നത് കേക്കറ് ഫുളൈൽ ഇബ്നു ഇയാദ് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നിങ്ങൾക്ക് ടൈം ആയിട്ടില്ലേ സമയായിട്ടില്ലേ എന്തിനത്തേക്ക് അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിന്റെ കടക് നിങ്ങളെ മനസ്സിൽ അല്ലാഹുവിന്റെ കടക് അധീനപ്പെടുത്തുകൂ. അല്ലാഹുവിനെ പേടിച്ചിട്ട് ദിക്ർ ചെന്നിട്ട് അല്ലാഹു അവതീർണാക്കിയതിന്റെ കടക് പറകൂ. നിങ്ങൾക്ക് ടൈം ആയിട്ടില്ല സമയായിട്ടില്ലേ. അല്ലാഹുവിന്റെ ക്വസ്റ്റ്യൻ ഈ ആയത്തിലേത്തിക്കുന്ന മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് കേട്ടത്. വലാ യകൂനു കല്ലദീന ഊതുൽ വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലി ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. നിങ്ങൾക്ക് മുന്നൽ കിതാബ് കിട്ടിയങ്ങളെ പോലെ നിങ്ങൾ ആവണ്ട. അങ്ങ് ദീർഘമായ ടൈം കഴിഞ്ഞു പോയര്. അങ്ങനെ മനസ്സിതാ കഠോരമായി പോയര്. അങ്ങനെ യാരത്തങ്ങ തമ്മാടിയായി തിന്നാറ് എന്നിട്ട് ഖുർആൻ ചെന്ന് ഈ ആയത്തിലെ ഓതിയത് ഔത്തുൽ നിന്ത് ആ പെണ്ണിന്റെ ഔത്തുൽ നിന്ത് കേൾക്കുമ്പത്ത് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് അവിടുത്തെ പെരോ ബന്തി ആ അനൈതിക്ക് എത്ര പുട്ടുത്തോ ಬೆಡಕು ತರತ ಬಿಟ್ಟಿತ್ತು ಎಲ್ಲಾತ್ರೆയും ಬಿಟ್ಟಿತ್ತು. ഇതാ നല്ല ഒരു മനുഷ്യ ഇത് ചേഞ്ച് ആയില്ലേ. ആ റായ വിട്ടിട്ട് പിന്നെ മക്കത്ത് കൈത്തിക്ക് ഫുളൈൽ ഇബ്നു ഇയാദ് പോയത്. സുബ്ഹാനല്ലാഹ്, ഖുർആന്റെ ആയത്ത് കേട്ടിട്ടാമത്തേക്ക് എത്രയെത്ര സഹാബാക്കന്മാരെ മനസ്സ് ചേഞ്ച് ആയില്ലേ. ഞങ്ങൾക്ക് എത്രയെത്ര ഖുർആൻ ഞങ്ങൾ കേൾക്കുന്ന ഡെയിലി യൂട്യൂബിൽ ഞങ്ങൾ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കരയുമ്പോഴത്തെ ഞങ്ങളെ കണ്ണിൽ നിന്ന് അറിഞ്ഞു പോണ്ടു. ആയെങ്കിലെ ഞങ്ങൾ അർത്ഥം പഠിച്ചാനാ അർത്ഥത്തിൽ എന്ത് ഈ സൂറത്തു നംൽ എന്ത് അവതീർണായി സബബുൻ നുസൂൽ എന്തരോ ഖുർആന്റെ മൂന്നിലൊരു ഭാഗം ഏത് ഞങ്ങൾ കേട്ടെങ്കിൽ യാരത്തങ്ക് കൊന്തില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആൻ. ഖുർആന്റെ മൂന്നിലൊരു പാട്ട് എത്തിക്കുന്നത്. അത്ര മഹത്വമായ ഖുർആന്റെ വിഷയം ഞങ്ങൾ പഠിക്കാണ്ടല്ല കളിച്ചെങ്കിൽ തിരസ്കരിച്ചെങ്കിൽ നാളെ പരലോകത്തിൽ ഞങ്ങൾക്ക് എല്ലാവരും ഉത്തരം ചെല്ലേണ്ടി ഒരു ഖുർആൻ എന്ത് പഠിച്ചിട്ടില്ല കേൾക്കുമ്പോൾ ഖബറിൽ ക്വസ്റ്റ്യൻ ഇല്ലേ, നിന്റെ ദീനേത്, നിന്റെ ഇസ്ലാം, നിന്റെ ദീനേത്, നിന്റെ ഇമാം ആര്, മാ ദീനുക കേൾക്കുമ്പത്ത് ക്വസ്റ്റ്യൻ എന്തൊരു ജവാബുണ്ടാവും. മുൻകർ നക്കീർ പ്രശ്നം കേൾക്കുമ്പോൾ ഞാൻ ഇതാ ഇങ്ങനത്തെ മൗലൂദോദിരേൻ ചെന്നങ്ങ് രക്ഷപ്പെടാമാ, ഇങ്ങനത്തെ കുത്തുബിയത്താക്കിരേൻ ചെന്നങ്ങ് രക്ഷപ്പെടാമാ, ഇങ്ങനത്തെ അള്ളാഹു അല്ലാത്ത അള്ളാഹുടെ സൃഷ്ടിയിലോട്ട് ദുവാർന്നിരേനാണ് ചെന്നിട്ട് നാളെ പരലോകത്തിൽ വിജയിക്കുക സാധ്യമുണ്ടായില്ല. ഖുർആനിൽ ഒരു ആയത്തുണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. സത്യവിശ്വാസിമാരെ ഞങ്ങളെ വിളിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തല്ല വിളിക്കറോ. ഞങ്ങൾ നെഞ്ഞി കൈവച്ചത് വിചാരിക്കണോ, ഞങ്ങൾ ചിന്തിക്കണോ ആലോചിക്കുന്നു നന്റെ വിളിക്കറോ. യാ അയ്യുഹല്ലദീന ആമനൂ 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 എത്ര ജാഗല് നന്റെ വിളിക്കരുത്. ഞാൻ ഈ ഖുർആൻ അധീനപ്പെടണോ, ഈ ഖുർആൻ ഞാൻ സ്വീകരിക്കണോ. ഈ ആയത്തിൽ അർത്ഥം എന്തുകൊണ്ടുണ്ടാക്കൂ, അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളെ സ്വന്തം തടിരയും നിങ്ങളെ കുടുംബത്തെ തടിരയും നിങ്ങ നരകത്തെ തീരെ തൊട്ടു സലാമത്താക്കോറോ. നരക ചെന്നങ് എത്ര കഠോരമായി തിക്കറ്. ഈ ദുനിയാവുരെ തീരക്കാലും 60% യാറെ വെച്ചുള്ള കഠോരമായ തീ എത്തിക്ക് നരകത്തത്. അവിടുത്തെ ബച്ചവായിത്ത് നിങ്ങളെ സ്വന്തത്തെയും ബച്ചവാക്കോറു, രക്ഷപ്പെടുത്തറു. അതേപോലെ നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തറുണ്ട്. ഈ ആയത്ത് കേട്ടിട്ടാമത്തേക്ക് നബിയുടെ സ്വഹാബാക്കന്മാർ നബി ഓതിയോണ്ടിക്കുമ്പത്ത് ഇമാം നിണ്ടെത്തി പെറോൾ ഇതാ മൂർച്ച തപ്പിയിട്ട് ഖബർ തപ്പിയിട്ട് പൂന്നോണ്ടിന്നാർക്കൊരാളന്മാർ അതിനർത്ഥം പഠിച്ച കൊണ്ടുത്തോ, അതിനർത്ഥം പഠിച്ചത് കൊണ്ടുത്തു മോമിനിങ്ങളെ. അത് കൈത്ത് ഖുർആൻ പഠിക്കുന്ന ആളാവുണ്ണങ്ങ, ഖുർആന്റെ അഹലുകാരാവുണ്ണങ്ങ, ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ പോയിട്ട് പ്രവർത്തിക്കണങ്ങാവണു. നോക്കൊരു മുഞ്ഞാണ്ട് ഒരു വാർത്ത കേട്ട് ഞങ്ങളെ പത്രികയിൽ
എന്തിനു കൊന്തുണ്ട മുസ്ലിമോട്ട് അറിയപ്പെട്ട ഒരു മനുഷ്യ ഡ്രഗ്സ് അടിമപ്പെട്ടിട്ട് അധീനപ്പെട്ടല്ലാതെ മാറാട്ടാക്കറോ അയാളെ പിടിച്ചിട്ട് പോലീസ് അറസ്റ്റാക്കില്ലേ, പേര് മുസ്ലിമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചെന്ന് കൊന്തുണ്ട നിങ്ങൾക്ക് ഇതാ കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ അമലുണ്ടാക്കറ മസ്തുണ്ടാക്കറ വസ്തും നിങ്ങൾക്ക് ഹറാമായി തിക്കറേൻ. അപ്പം ഖുർആൻ പഠിച്ചെങ്കിൽ, ഖുർആൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയെങ്കിൽ അവന് ഡ്രഗ്സിക്ക് പോകണ്ടില്ല, അവന് ഷിർക്കിക്ക് പോകണ്ടില്ല, അവನು ಹರಾಮಿಗೆ പോകണ്ടില്ല, ಅವನು ಅನೈತಿಕದ ಚಟುವಟಿಕೆಯಲ್ಲಿ ಸೇರಿಲ್ಲ, അവിടെ ഗ്രൂപ്പ് തെച്ചിട്ട് എണ്ണില്ല ആരതും. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മജ്ലിസിಗೆ എത്ര മഹത്വമുണ്ട് ಗೊತ್ತುಂಡ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് ഖുർആൻ പഠിക്കുന്ന മജ്ലിസിಗಿದಾ ആകാശത്തിൽ നിന്ന് മലായികത്തുമാർ ഇറങ്ങി ബണ്ടാറ് റഹ്മത്തുൽ മലായികത്തുമാർ. ആ മജ്ലിസിಗಿದಾ അള്ളാഹുവിന്റെ കാരുണ്യ ആ മജ്ലിസിಗಿದಾ പൊതിര്. ഒരു സ്വഹാബീദ ഔത്രവുൽ ഗദച്ചിത് ഖുർആൻ പാരായണാക്കിയോണ്ടിന്തി പുറത്ത് നോക്കുമ്പത്തേക്ക് സൗണ്ട് കേട്ടോണ്ടുണ്ടു ഒണ്ടരെ ഷെഡിൽ നിന്തി. അങ്ങനെ ആ സ്വഹാബിത പുറത്ത് പണ്ടേ ആ സ്വഹാബി പുറത്ത് നോക്കുമ്പത്തേക്ക് ആകാശത്തിൽ നിന്ന് കളറതായ മേഘ ഇൽഞ്ഞോണ്ടുണ്ടു. ഈ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബി ചെന്ന് കൊടുത്തിട്ടാകുമ്പത്തേക്ക് ആ സ്വഹാബിരൊട്ടു നബി എന്തിനു ചെന്ന് കൊന്തുണ്ട നിങ്ങളെ ഖുർആൻ പാരായണ കേട്ടിട്ട് മലായികത്തുമാർ ഇൽഞ്ഞു വന്നതൈത്തിക്കരേ. ഒരുവേള നിങ്ങങ്കാലും മുൻവറിഞ്ഞിട്ട് ഓതിനുണ്ടായിനെങ്കിൽ മദീനത്തിടീ മലായികത്തുമാർ ഇൽഞ്ഞു വരാൻ തേർ അത്ര മഹത്വമുള്ള, അത്ര പുണ്യമുള്ള, അത്ര പോരിശുള്ള കിതാബ് ഞങ്ങളെ കയ്യിൽ നിന്നിട്ടും ഞങ്ങളുടെ ഷെൽഫിൽ വെച്ചിട്ട് ചന്തത്തെ ഇതാ ചന്തത്തെ ബൈൻഡുള്ളതായ ആ ഒരു കിതാബ് ഖുർആൻ്റെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഷോക്കേസിൽ വയ്ക്കുള്ളതല്ല. ഈ ഖുർആൻ സ്വഹാബാക്കന്മാരെ മനസ്സിൽ അന്തരാളത്തേക്ക് പ്രവേശിച്ചുള്ളെങ്കിൽ ആ സ്വഹാബിമാരെ ഞങ്ങളെ മാതരി, ഞങ്ങളെ ആളന്മാരെ, ആ സ്വഹാബിമാർ ഞങ്ങൾക്ക് മാതരി, ആ സ്വഹാബിമാർ ഹദീസ് ഞങ്ങൾ കേൾക്കുക, ആ സ്വഹാബിമാർ എല്ലാം കേൾക്കുക. എന്നിട്ട് ആ സ്വഹാബിമാർ ബദലായ പോലെ ഞങ്ങൾ എന്തുകൊണ്ടെത്തു ഖുർആൻ്റെ ആശയ കേട്ടിട്ടും ബദലാവില്ല. അറിയേണ്ട വിഷയല്ലേ, കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട വിഷയല്ലേ മോമിനിങ്ങളെ. പരലോകാഞ്ചളുടെ ഒരു നാളില്ലേ ഞങ്ങൾക്ക്. ദുനിയാവിൽ ആരെങ്കിലും ശാശ്വതമായിട്ട് ജീവിച്ചങ്ങുള്ളാറാ. പ്രതി നാളും ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടത് ഞങ്ങൾ കണ്ടുകൊണ്ടേ ഉള്ള മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിരിസപ്പെട്ട മോള്, പിരിസപ്പെട്ട കരളിരെ പൂലായിട്ടുള്ള ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ച് ചെന്ത് യാ ഫാത്തിമ, യാ ഫാത്തിമ അൻകിദീ നഫ്സകി മിനന്നാർ, അൻകിദീ നഫ്സകി മിനന്നാർ. നീ നിന്റെ സ്വന്തം തടിരോ രക്ഷപ്പെടുത്തി നീന്. നാളെ നബിയുടെ മോളോ ചെന്നിട്ട് എനിക്ക് എന്തും ചെന്നാക്കി തരകു സാധ്യമില്ല, എന്തും അധീനപ്പെടുത്തി തരകു സാധ്യമില്ല. സ്വന്തമായിട്ട് ഞങ്ങൾ ദുനിയാവുൽ അമലാക്കിയെങ്കിൽ മാത്ര പരലോകത്തിൽ ഞങ്ങൾക്ക് വിജയ് കിട്ടുക സാധ്യതയുണ്ടോ. അത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണോ. അതേപോലെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചെല്ലതായ ഒരു സ്വഹാബി ഖുർആന്റെ ഒരു ആയത്ത് കേട്ടിട്ട് അയാളെ മനസ്സ് ബദലാവണായി പോയിട്ട് സ്വഹാബിയായിട്ട് എന്ത് നബിയുടെ സ്വഹാബി. അള്ളാഹു ഖുർആനിൽ സൂറത്തിൽ അള്ളാഹു ഒരു ആയത്തിറക്കി കൊടുത്ത യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബിയുടെ ശബ്ദത്തെക്കാളും ജോർ ശബ്ദം നിങ്ങൾ വയ്ത്തണ്ട. നബിയുടെ മജ്ലിസിക്ക് പോയപ്പ നബിയെക്കാളും ജോറിൽ അദബില്ലാണ്ട് മുണ്ടണ്ടാണ്ട്. സാധാരണ സ്വാഭാവികമായിട്ട് സാബിത്ത് ബിൻ ഖൈസ് ജോർ ശബ്ദത്താലായിട്ട് അല്ല നബിയുടെ എതിർ പോയെങ്കിൽ ശബ്ദ ജോറാക്കറല്ല, സാധാരണ ശബ്ദ ജോർ ആളായിട്ട് ഇന്തി. അയാൾ ചെന്ന് ഞാൻ അഹ്ലിന്നാർ, ನಾನು ನಬಿರೆದುಲು ಜೋರು ಮುಂಡ್ರಾಳು, ನಾನು ಅಹ್ಲಿನ್ನಾರೈತಿಕ್ರೇಂಟ್. അയാൾ പള്ളിക്ക് പണ്ടത് കാണില്ല, അന്വേഷണക്ക് ആളെ കടത്തിയാറ് നോക്കുമ്പോഴത്തേക്ക് അയാൾ ചെന്ന ഇതായിത്തേക്ക് ഞാൻ അഹ്ലിന്നാർ, നക്ക് നബിയുടെ കാലും ജോറ് ശബ്ദമുണ്ടോ. ಅದಕ್ಕೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തല്ല സാബിത്ത് നരകത്താളല്ല അഹ്ലുൽ ജന്ന ഐത്തിക്കറ്. ആ സാബിത്തിനെ പോലെ സ്വാഭാവികമായിട്ട് ജോറ് ശബ്ദമുള്ള ആളമാരെ വിഷയത്തിലല്ല അവതീർണായത്. അത് നബിയുടെ എതിരിൽ വന്നപ്പ അതബില്ലാണ്ട് ജോറിൽ മുണ്ടങ്ങളെ വിഷയത്തിക്കറ് നോക്കൊരു
അയാൾക്ക് ഒരു ആയത്ര ആശയ കേട്ട് താമത്തി എത്ര പരിവർത്തനം ഉണ്ടായിട്ട്. ഞങ്ങൾ എത്ര ആയത്ത് കേൾക്കറല്ലേ, ഞങ്ങളെ മനസ്സിൽ എത്ര എത്ര ആയത്ത് ഞങ്ങൾ കേട്ടിട്ട് മനസ്സിലെ അന്തരാളത്ത് പ്രവേശിക്കില്ല. അതായിട്ട് കരയാത്തോ ബുൾപ്പിടാത്തോ അവസ്ഥ വന്നത്. നോക്കൊരു നബിയുടെ സ്വഹാബാക്കന്മാർ എങ്ങനെ പേടിച്ചോടിന്നാറി ഖുർആൻ്റെ ഒരു ആയത്ത് കേട്ടപ്പ. ഖുർആനിലെ ഒരു ആയത്തുണ്ട്, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ജീവന്തമായിട്ട് പൂത്തതായ, ജീവന്തമായിട്ട്, അതായത് ഒരു കാലത്ത് ജാഹിലിയ കാലത്തിൽ പെണ്ണ് പെത്തെങ്കിൽ ജീവന്തമായിട്ട് പൂക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആ ടൈമിലു അങ്ങ് മുസ്ലിം ആവാത്ത ജാഹിലിയ കാലത്തിൽ നിന്നിറങ്ങാം. ഇസ്ലാമുക്ക് ಬೆಳಿಚ കിട്ടിട്ടാമ, ഇസ്ലാമര് ಬೆಳಿಚ കിട്ടിട്ടാമ തങ്ങ ഇസ്ലാമുക്ക് പരിവർത്തനായാർ. പിന്നെ ഈ ആയത്ത് കേൾക്കുമ്പോൾ തങ്ങ പേടിച്ചോടെ നിന്നാർ. ആര്? ജീവന്ത പെണ്ണുമോളോ പൂത്തതായ, ജീവന്തമായിട്ട് ദഹനാക്കിയതായ ആ അബ്ബ, ആ ഉമ്മമാർ ഈ ആയത്ത് കേൾക്കുമ്പോൾ ഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്ത് കഴിത്താ മോള് കേൾക്കുമ്പോൾ നാളെ പരലോകത്തിൽ, അബ്ബാ നന്നെ എന്ത് നിങ്ങൾ കൊന്നാറ്, എന്തിനാണ് തപ്പാക്കിയ കൊന്ന്, എന്ത് കഴിത്ത് കൊന്നാറ് കേൾക്കപ്പെടും. അപ്പം ഞങ്ങൾ അവസ്ഥ എന്തിനായിട്ടേക്കൂ? ഞങ്ങൾ ആ മക്കളെ ചെന്ന് ഞങ്ങൾ അപമാനിക്കപ്പെടുവാനാ? ഞങ്ങൾ അവസ്ഥ എന്തിനായിട്ടേക്കും? നാളെ പരലോകത്തിൽ ചെന്നിട്ട് അങ്ങ് ദുനിയാവിൽ ഇന്ത് മരണപ്പെട്ടു പോണ്ട മുന്നേ കങ്കാലായിട്ടിന്നാറ്. അത് കഴിത്ത് ഞങ്ങൾ ഖുർആൻ പഠിക്കണോ? ലാന്ത ഖുർആൻ ചെല്ലുടെ വയോജന SKSM ഞങ്ങളെതിരിൽ വെച്ചിര്. ലാന്ത ഖുർആൻ പഠിപ്പാട്ടുള്ള ഈ സമുദായത്ത് ഖുർആൻ്റെ അർത്ഥ, ഖുർആൻ്റെ ശബ്ദാർത്ഥ, ഖുർആൻ്റെ തഫ്സീർ. കേരളത്തിൽ സുപ്രസിദ്ധനായ അമാനി മൗലവി റഹിമഹുമുള്ള അയാൾ എഴുതിയ പോലത്തെ മലയാളത്തിൽ എഴുതിയത് കന്നഡത്തിൽ ട്രാൻസ്ലേഷൻ ആക്കിയിട്ട് ഇതാ 13ാമത്തെ ഹന്തത്തിൽ ലാന്ത ഖുർആൻ്റെ യോജന എത്തിത്തോണ്ട്. ഈ 13 ഹന്തത്തിൽ ഞങ്ങൾ ഇത് എച്ചിത്തുള്ളങ്ങൾ എത്ര ആളിതിരെ ഉപയോഗം എടുത്താറ് തെൽ നെഞ്ഞി കൈവച്ചിട്ട് ആലോചന ആക്കാറില്ല. ഞങ്ങൾ എത്ര ഓദ്യ ആ ലാന്ത ഖുർആൻ്റെ ആ ബുക്ക് എടുത്തിട്ട് ഓരോരോ ജുസു തണ്ട് ജണ്ട 3 സൂറത്തിക്കൂടി ആരെന്തും ഇല്ല. ഞങ്ങൾക്ക് പഠിക്കുക 6 തിങ്കളത്തെ ടൈമുണ്ട് ലാന്ത ഖുർആൻ്റെ യോജനരെ ആ പീരീഡ്, എക്സാമിൻ്റെ പീരീഡ് ബുക്ക് റിലീസായിട്ട് 6 തിങ്കൾ. അത് കഴിഞ്ഞിട്ട് ഇന്നു മുന്നാലോ ഖുർആൻ്റെ ലാന്ത ഖുർആൻ്റെ ബുക്ക് എടുക്കുറീങ്ങ. ഇപ്പം 22ാമത്തെ ജുസുക്ക് എത്തിയത്. ആ 22 ജുസുൽ 3 സൂറത്തായിരിക്കും. അതിലെ തഫ്സീർ സഹിത അതിൽ എടുക്കൊരു, അതിൽ ഓതൊരു, പഠിക്കൊരു, എക്സാമൊക്കെ റെഡി ആവും. എക്സാം ചെന്നങ്ങ് വലിയോ SSLC എക്സാം എഴുതുന്ന പോലത്തെ വലിയ എക്സാം എന്തോ അല്ല. ജസ്റ്റ് 50 ക്വസ്റ്റ്യൻ ഇക്കറതിൽ ടിക്കാക്കും, കറക്റ്റുള്ളത് ഏത് ടിക്കാക്കും മാത്രം. ചുമ്മത്താളം മറന്നൊരു ബെനിഫിറ്റ് എടുത്താറ്. ഈ പെട്ടത് 12ാമത്തെ എക്സാമിലോ 1000 ആളന്മാർ അത് എക്സാം എഴുതിയാറ്. അത് കഴിത്ത് ഞങ്ങ പണ്ടേ എക്സാം വരുമ്പോഴത്തേക്ക് 2000 ആളന്മാർ അതിരെ ഉപയോഗം എടുക്കണു, എഴുതണു ചെന്നിട്ട് നിങ്ങളിട്ട് കേൾക്കുക ഞാൻ ഇഷ്ടപ്പെട്ടത്. അതേപോലെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർക്ക അയലോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തി ഇഖ്റ അലയ്യ, ഇങ്ങനെ ഖുർആൻ ഓദിച്ച് ചെല്ലറു, ഖുർആൻ ഓതി തരുണ്ട്. ആ ടൈമിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്തി ನಾನು ನಿಂಗೆ ಕುರಾನ್ ಓದ್ತಂಡಮ್ಮ, ನಿಂಗೆಲ್ಲ ಓದ್ತೀರ್ನಾಯ್ತು, ನಾನು ನಿಂಗೆ ಓದಿತಂಡಮ್ಮ ಅಲ್ಲ, ನಾನು ಇನ್ನೊರಾಳು ಓದಿರೋದು ಕೇൾക്കത് ഇഷ്ടപ്പെട്ടേ ഉണ്ട്. അങ്ങനെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലായി ഷഹീദാ. എല്ലാ ഉമ്മത്തും കഴിഞ്ഞുപോയ ഉമ്മത്ത് ഞങ്ങൾ നബിമാർ നാളെ പരലോകത്തിൽ സാക്ഷിയായിട്ട് കൊമ്പേണ്ടതായ ആ അവസ്ഥ ഇകണിക്കൂ. അതേപോലെ നബിയെ നിങ്ങളെ ഉമ്മത്തിക്ക് സാക്ഷിയായിട്ട് കൊമ്പേണ്ടതായ അവസ്ഥ പരിസ്ഥിതി എങ്ങനെക്കൂ ചെല്ലതായി ആയത്ത് ഓതിട്ടാകുമ്പത്തേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ കണ്ണ് തണ്ണി വന്ന് കണ്ണ് നിറഞ്ഞു പോയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തി ഹസ്ബുക അൽ ആൻ ഇപ്പമേ. അങ്ങനെ ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ പെറോ നീങ്ങി നോക്കുമ്പോഴത്തേക്ക് ഇതാ നബിയുടെ കണ്ണ് നിറഞ്ഞ് തണ്ണി വന്നുകൊണ്ടുണ്ട്. നോക്കൊരു ഖുർആൻ്റെ ആ ഒരു മാധുര്യം ഞങ്ങൾ സ്വീകരിക്കണം, ഖുർആൻ്റെ ആശയത്തെ
സ്വീകരിക്കുന്ന ആളമാറാവണം. അള്ളാഹു കേൾക്കുക, അഫമിൻ ഹാദൽ ഹദീദി തഅജബൂൻ, നിങ്ങൾ ഇതര വിഷയത്തിൽ അജബാവില്ലേ, അച്ചരിപ്പെടില്ലേ, അതിർപ്പാവില്ലേ, നിങ്ങൾ ഓ തദ്ഹകൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിച്ചോണ്ടുള്ള നിങ്ങൾ കരയില്ലേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ മോള് ആയിഷ റളിയല്ലാഹു ചെല്ല് നബി ഖുർആൻ ഓതിയെങ്കിൽ കരഞ്ഞോണ്ടിന്ത്. അപ്പം ഖുർആൻ പഠിച്ചെങ്കിൽ ഞങ്ങൾക്ക് ശിർക്കർ ബുടകാവു, അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ച് ദ്വാരക്രത ബുടകാവു, അതേപോലെ ബിദാത്ര ബുടകാവു, അതേപോലെ അനൈതിക ಚಟುವಟಿಕೆ ಬುಡಗಾವರು, ಕುಟುಂಬ ബന്ധത്തെ നല്ലാക്കാവു ഖുർആൻ പഠിച്ചെങ്കിൽ, ഖുർആൻ ആശയത്തെ സ്വീകരിച്ചെങ്കിൽ എന്നത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണോ. നാളെ പരലോകത്തിൽ മഹ്ശറ മൈദാനിൽ ഹാജരാക്കപ്പെടുമ്പത്തേക്ക് ഒരു റജുല് അയാൾ അല്ലാഹുവിനെ നെനപ്പാക്കിത്ത് കരഞ്ഞതായാള്, കണ്ണിൽ കണ്ണ് തണ്ടി വന്നതായാള്, അയാളെ അവസ്ഥ നാളെ പരലോകത്തിൽ ആര് നിഴലുമില്ലാത്തോ അള്ളാഹുരെ നിഴലിൻ്റെതായി നിഴൽ മാത്രമുള്ള നാളിൽ അള്ളാഹു നിഴലിട്ട് കൊടുക്കുക. ആർക്ക്? ഖുർആൻ പഠിച്ചെങ്കിൽ, അള്ളാഹുരെ നെനപ്പാക്കിയെങ്കിൽ, അള്ളാഹുരെ ഖുർആന്റെ ആശയത്തെ സ്വീകരിച്ചിട്ട്, ഖുർആൻ വിഷയത്തെ പഠിച്ചിട്ട്, മനസ്സ് തട്ടിത്ത്, അള്ളാഹുരെ നരകത്തെ പേടിച്ചിട്ട്, ഖബർ ജീവിതത്തെ പേടിച്ചിട്ട് കരഞ്ഞോട്ടിരുന്ന ഒരാൾക്ക് നാളെ അർശിനെ നേരിട്ട് അള്ളാഹു ഇട്ട് കൊടുക്കുറാൻട്ടെങ്കിൽ എത്ര മഹത്വമുള്ള വിഷയത്തിൽ ഖുർആൻ പഠിക്കണോ, നബിയുടെ സുന്നത്ത് പഠിക്കുന്നത്. അതിനങ്ങ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണോ, അർത്ഥാക്കണോ. ഖുർആനിൽ ചുമ്മ ചരിത്രമുണ്ട്, ആ ചരിത്രമെല്ലാം ഞങ്ങൾ പഠിക്കുകയായിട്ട് മനസ്സിലാക്കണം. അതേപോലെ പഠിക്കുവായിട്ട് തയ്യാറാവണം. അള്ളാഹു നബി ഞങ്ങൾക്ക് പഠിപ്പാട്ടി ഒരു ദുആ ചെന്ന് അന്നിപ്പാട്ടെ. ഉമ്മു സലമ റളിയല്ലാഹുവിനെ റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സ്വല്ല സുബ്ഹ്, സുബഹി നിസ്കരിച്ച പിന്നെ ഹീന യുസല്ലിം, സലാം വീട്ടിയ പിന്നെ നബി ദുആർന്നോണ്ട് എന്തൊരു കൊന്തുണ്ട, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ. അല്ലാഹുവേ, ഞാൻ നിന്റെ ഒട്ടുകു നാഫിയായ ഉപകാരപ്രദമായ ഇൽമു കേൾക്കറേ, ഞാൻ നിന്റെ ഒട്ടുകു നല്ലതായ ഹലാലായ സമ്പാദന കേൾക്കറേ, വഅമലു സാലിഹ് വഅമലൻ മുതഖബ്ബലാ, അതേപോലെ അള്ളാഹു സ്വീകരിക്കുന്ന പോലത്തെ അമൽ ഞാൻ നിന്റെ ഒട്ട് കേൾക്കറ, അമലാക്കുള്ളതായ തൗഫീക്ക് ഞാൻ നിന്റെ ഒട്ട് കേൾക്കറേ. ഈ ദുആ ഞങ്ങൾ എപ്പോഴും സുബഹി നിസ്കരിച്ച പിന്നെ ദുആരക്കുകയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാടി തന്നിട്ടിരിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തന്ന ഈ ദുആൽ എന്തിനുള്ളവന്തുണ്ടാ? ഒന്നാമതായി ചെന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ, നക്ക് നാഫിയാ ഇൽമു താറബ്ബേ. നാഫിയാ ഇൽമ ഏത്? ഖുർആന്റെ ഇൽമോ, ഖുർആൻ പഠിക്കുന്ന ഇൽമോ, ഖുർആന്റെ ആശയത്തെ സ്വീകരിക്കുന്ന ഇൽമോ, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഇൽമോ, ഖുർആനുമായിട്ട് ജീവിതത്തിൽ അതിന് സ്വഭാവത്തെ എടുക്കുന്നത് ഇൽമോ. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടതായ സമയത്തിൽ നബിയുടെ സ്വഭാവം എങ്ങനെന്ത്, നബിയുടെ ക്യാരക്ടർ എങ്ങനെന്ത് ചെന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയി ഞങ്ങളെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നെന്തുണ്ട ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവ ഖുർആനായിട്ടിന്ത് ഞങ്ങ സഹോദരന്മാരൊട്ടുകു പെരുമാറുമ്പോൾ, ഉമ്മബരൊട്ടുകു പെരുമാറുമ്പോൾ, ദുനിയാവിലെ ഏത് ഭാഗത്തിൽ ഞങ്ങൾ എവിടെ പോയെങ്കിലും പെരുമാറുമ്പോൾ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഭാവത്തെ അറിഞ്ഞങ്ങ അതിനെ സ്വീകരിക്കണോ. മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടിതാ സുമാമ റളിയല്ലാഹു അൻഹുരെ ഇതാ കെട്ടിട്ടിട്ട് ബന്ധനസ്ഥനാക്കി അയാൾ മുസ്ലിമാവുരെ മുന്നലോ. അങ്ങനെ ഒരു നാല് കഴിഞ്ഞിട്ട്, രണ്ട് നാല് കഴിഞ്ഞിട്ട്, മൂന്ന് നാല് കഴിഞ്ഞിട്ട്, മൂന്നാമത്തെ നാളെ ബുടക്ക് ചെന്ന് സഹാബാക്കന്മാരോട്ട് അങ്ങനെ ബുട്ടിത്തു. അങ്ങനെ ബുട്ട പിന്നെ മഹാനായ ആ സുമാമ റളിയല്ലാഹു അൻഹു കൊരിയെ പള്ളിയുടെ മുട്ടത്തിൽ ദൂരെ പോയിട്ട് കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് പള്ളിക്ക് പെറോ വന്നിട്ട് മുപ്പാട്ടിനാണ് ഒരു വിഷയം ചെന്നപ്പോൾ ഒരു ചരിത്ര ജന്മത്തിൽ ബുട്ടുപോയിട്ട് ചങ്ങ സുമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പള്ളിക്ക് ಬಂತು മൂന്നാമത്തെ നാൾ ബുട്ട പിന്നെ നബിയുടെ മുട്ട പള്ളിക്ക് ಬಂತು ഷഹാദത്ത് കലിമ ചെന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ ചെന്നത്
ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഇത്രത്തോളം ഏറ്റവും വെറുക്കപ്പെട്ട ആളായിട്ട് നബി, ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നബി ആയിട്ടിക്കറ്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വെറുക്കപ്പെട്ട റായിട്ട് ഇന്ന് മദീന, ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റായ മദീന ആയിട്ടിക്കറ്. ഏറ്റവും വെറുക്കപ്പെട്ട ദീനായിട്ട് ഇന്ന് ആ ഇസ്ലാം ദീന്, അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനായിട്ട് ചെന്ന് അതൈത്തിക്കറ്. ആ ചരിത്രം കംപ്ലീറ്റ് ചെന്നോട്ട് വന്ന് ബിസിയ ഖുർആൻ പഠിക്കരെ, ഖുർആൻ്റെ ആശയത്തെ സ്വീകരിക്കരെ, ഖുർആൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കരെ. ഈ ഒരു നബിയുടെ സുന്നത്തിലെ വിഷയ, നബിക്ക് അവതീർണാകിയ ഏറ്റവും വലിയ മോചിതത്തായ ഖുർആൻ്റെ വിഷയം. അപ്പം അള്ളാഹുരെ ഖുർആൻ അവതീർണായത് ഞങ്ങൾക്ക് മാർഗദർശനത്തിന് വേണായിട്ട്, പരലോകത്തിൽ ഞങ്ങൾക്ക് വിജയ കിട്ടുക വേണായിട്ട്. ആ ഖുർആൻ്റെ ഓരോ ആയത്തും ഞങ്ങൾക്ക് അള്ളാഹു ഓതിയെങ്കിൽ പ്രതിഫല തണ്ട പോലത്തെ ഒരു ഖുർആൻ എത്തിക്കർ. ഈ ഒരു ദുആ നിങ്ങൾ എതിൽ ചെന്നില്ലേ, അള്ളാഹുരട്ടു ഞങ്ങ പ്രയോജനപ്രദമായ ഉപകാരപ്രദമായ ആ ഒരു ദുആ ഞങ്ങ കേൾക്കണം. അള്ളാഹുരട്ടു നക്ക് നാഫിയായ ഇൽമു താറബ്ബേ, നക്ക് നല്ല ത്വയ്യിബായ ഹലാലായ റിസ്ക് താറബ്ബേ, നക്ക് നീന് നല്ല അമലാക്കുള്ളതായ തൗഫീഖ് താറബ്ബേ ചെന്നിട്ട് അള്ളാഹുരട്ടു ഞങ്ങ കേട്ടോണ്ടിക്കണു. ആ വിഷയം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണു. എൻ്റെ ടൈമു തീന്നോ ಬಂತು തീന്ത് ഞങ്ങൾക്ക് ചെന്നതിലെ കൺക്ലൂഷൻ എന്തിൽ ചെന്നെങ്കിൽ ഖുർആൻ പഠിക്കുന്നതിന് വലിയ ഒരു മഹത്വമുണ്ട്. ഖുർആൻ്റെ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് വലിയ സ്ഥാനമാനമുണ്ട്. ഖുർആൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നതിന് വലിയ പോരിഷുണ്ട്. ആ പോരിഷരെ അർത്ഥാക്കിയിട്ട് ആ പോരിഷരെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ട് ആ ഫുലൈൽ ഇബ്നു ഇയാദ് ചേഞ്ചായ പോലെ, അതേപോലെ ബാക്കിയുള്ള സ്വഹാബാക്കന്മാർ ഉമർ റളിയല്ലാഹു അൻഹു ചേഞ്ചായ പോലെ ഞങ്ങളുടെ മനസ്സിൽ അന്തരാളത്തേക്ക് ഈ ഖുർആൻ പ്രവേശിക്കണം. അല്ലാതെ ഖുർആൻ്റെ യോജനയിൽ നിങ്ങൾ എല്ലാവരും കൈ ജോഡിച്ചോണം. ഇത് വലിയ പുണ്യമായ പോരിഷുള്ളതായ ഒരു യോജന എത്തിക്കർ. എന്നോർക്ക ഞങ്ങൾക്ക് കിട്ടിയ ചാൻസ് ഇത്, എന്നോർക്ക ഞങ്ങൾക്ക് ഈ ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആളന്മാർ അപ്പവിടെ മരണപ്പെട്ടുള്ളാർ, കിട്ടിയ ഹയാത്ത് കിട്ടിയ സന്ദർഭത്തും ഈ കിട്ടിയ ചാൻസ് അള്ളാഹുക്ക് വേണൈത്ത് ഉപയോഗപ്പെടുത്തും. അള്ളാഹുരെ ഞങ്ങളെ പിർസവും ഞങ്ങളെ അർസവും അള്ളാഹുക്ക് വേണൈത്ത് ഹുബു. അതായത് അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നെന്തരെ അൽ ഹുബുലില്ല വൽ ബുഗ്ദുലില്ല, അള്ളാഹുക്ക് വേണൈത്ത് അർസ, അള്ളാഹുക്ക് വേണൈത്ത് പിർസ. അപ്പം എന്തുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ബിസിയ അർത്ഥാക്കിയിട്ട് ഖുർആൻ്റെ മുട്ട പറഞ്ഞു. ബാക്കിയുള്ള എന്തെല്ലാം അനാവശ്യമായ കിതാബ് എന്തിനുണ്ടോ അതിലെല്ലാം കൈവിട്ടുത്തു. ഖുർആനുക്ക് പറഞ്ഞു, ഖുർആനുക്കും സുന്നത്ത് ഞങ്ങൾക്ക് ഏതൊരു ആൾ വ്യക്തിക്ക് വിളിക്കുകയില്ല. ഇങ്ങനത്തെ ആൾക്ക് ബാ, ഇങ്ങനത്തെ ആൾ മുരീദാവുകൊണ്ട് വിളിക്കുകയില്ല. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക്, ഖുർആനുക്ക് പറു സുന്നത്തേക്ക് പറു. ആ ഖുർആൻ സുന്നത്തിലെ തഫ്സീലായിട്ട് മുഫസ്സിരീങ്ങ ചെന്ന നല്ല നല്ല ആശയത്തേക്ക് പറു, ഇമാമിങ്ങ പഠിപ്പാട്ടി നല്ല നല്ല ആശയത്തേക്ക് പറയുണ്ടായിട്ട് നിങ്ങൾ ചെല്ലകൊള്ളേ. അത് സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരെയും ഖുർആൻ പഠിக்கிறോ മുത്തഖീങ്ങളൊട്ടുകു, ഖുർആൻ പഠിக்கிறോ സ്വാലിഹീങ്ങളൊട്ടുകു, ഖുർആൻ പഠിக்கிறോ മൂമിനീങ്ങളൊട്ട് ഞങ്ങളെ സേർപ്പാടിത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അള്ളാഹു എല്ലാവരെയും മുവഹീദീങ്ങാക്കട്ടെ. നാളെ പരലോകത്തിൽ മരിച്ചു പോകേണ്ട അവസാന ഘട്ടത്തിൽ കലിമത്ത് ഷഹാദത്ത് ചെന്നിട്ട് മരണപ്പെട്ടതായ മൂമിനീങ്ങളൊട്ട് മുത്തഖീങ്ങൾ അള്ളാഹു ഞങ്ങളെ സേർപ്പാടിത്ത് അനുഗ്രഹിക്കട്ടെ. മുഞ്ഞാണ്ട് മരണപ്പെട്ടു പോയേ ഞങ്ങളെ ഇഹാബുക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിലെ പരലോകത്ത് അള്ളാഹു ബെൽച്ചാക്കി കൊടുക്കട്ടെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ നേതാക്കന്മാരുള്ളാർ, ഇസ്മായിൽ ഷാഫിറെ പോലെ, അബുച്ചറെ പോലെ, അതേപോലെ MG മുഹമ്മദ് ആക്കറെ പോലെ ഇങ്ങനെ ചൊമ്മ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയിരാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ഈ ദുനിയാവിൽ ഈ തൗഹീദ് വേണേ ಹೋರಾಟത്തിക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങ് പരലോകത്തെ ജീവിതത്തെ ബെൽച്ചാക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.